COA മൊഡ്യൂൾ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ക്യാഷ് മെമ്മറി കൺസെപ്റ്റിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കാലിറ്റി ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. Principles of locality states that program tends to reuse data and instructions they have used recently. Recently യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ വീണ്ടും റീയൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ടെമ്പററി ലൊക്കാലിറ്റി ആൻഡ് സ്പേഷ്യൽ ലൊക്കാലിറ്റി. If a memory location is referenced, it is likely to be referenced again soon. അതായത് നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ ഓൾറെഡി റെഫറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റെഫറൻസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ളതാണ് നമ്മൾ ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ഇനി സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ മെമ്മറി ലൊക്കേഷൻ ഈസ് റെഫറൻസ്, ലൊക്കേഷൻ നിയർ ഇറ്റ് ആർ ലൈക്ലി ടു ബി റെഫറൻസ്. അതായത് നമ്മളൊരു മെമ്മറി ലൊക്കേഷനെ ലൊക്കേറ്റ് ചെയ്തു എങ്കിൽ അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻസും ഇനി റെഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ് മാപ്പിംഗ്. ക്യാഷ് മാപ്പിങ്ങിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങും ഡയറക്റ്റ് മാപ്പിങ്ങും. ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈച്ച് ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി മാപ്സ് ടു എക്സാക്ട്ലി വൺ സ്പെസിഫിക് ലൈൻ ഇൻ ദ ക്യാഷ്. അതായത് ഒരു മെയിൻ മെമ്മറിയിലെ ഓരോ ബ്ലോക്കും എക്സാക്ട്ലി വൺ സ്പെസിഫിക് ലൈൻ ഓഫ് ക്യാഷിലേക്കായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അത് സിമ്പിളാണ്, ഇൻഎക്സ്പെൻസീവാണ്, പക്ഷേ ഹൈ കോൺഫ്ലിക്റ്റ് മിസ്സസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്? ക്യാഷ് നമ്മൾ സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലോക്കിന് എനി ബ്ലോക്ക് ക്യാൻ റിസൈഡ് ഇൻ എനി ലൈൻ വിത്തിൻ എ സ്പെസിഫിക് സെറ്റ്. ഒരു സ്പെസിഫിക് സെറ്റിനകത്ത് ഒരു ബ്ലോക്കിന് റിസൈഡ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് എ ബാലൻസ് ബിറ്റ്വീൻ കോംപ്ലക്സിറ്റി ആൻഡ് പെർഫോമൻസ്, റെഡ്യൂസിങ് കോൺഫ്ലിക്റ്റ് മിസ്സസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കമ്പയർ റൈറ്റ് ത്രൂ ആൻഡ് റൈറ്റ് ബാക്ക് പോളിസീസ്. റൈറ്റ് ത്രൂ, data is written to both the cache and the main memory simultaneously. ക്യാഷിലേക്കും മെയിൻ മെമ്മറിയിലേക്കും സൈമിൾട്ടേനിയസ്ലി ഡേറ്റ റൈറ്റ് ചെയ്യുന്നതിനാണ് റൈറ്റ് ത്രൂ എന്ന് പറയുന്നത്. ഇത് കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യും, പക്ഷേ ഫ്രീക്വൻറ്റ് മെമ്മറി ആക്സസ് കാരണം സ്ലോവർ ആയിരിക്കും. ഇനി റൈറ്റ് ബാക്ക്, ഡേറ്റ ഈസ് അപ്ഡേറ്റഡ് ഓൺലി ഇൻ ദ ക്യാഷ്. ക്യാഷിന് മാത്രം ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. മെയിൻ മെമ്മറി ഈസ് അപ്ഡേറ്റഡ് ഓൺലി വെൻ ദ ക്യാഷ് ബ്ലോക്ക് ഈസ് റീപ്ലേസ്ഡ്. അതായത് ഒരു ഡേർട്ടി ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറിയെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ഫാസ്റ്റർ ബട്ട് റിക്വയർസ് മോർ കോംപ്ലക്സ് കൺട്രോൾ ലോജിക്. ഇത് ഫാസ്റ്ററാണ്, പക്ഷേ കൂടുതൽ കൺട്രോൾ ലോജിക്കിൻ്റെ ആവശ്യമുണ്ട്. ഇനി പെർഫോമൻസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. ഡിഫൈൻ ആവറേജ് മെമ്മറി ആക്സസ് ടൈം. ആവറേജ് മെമ്മറി ആക്സസ് ടൈം എന്ന് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെമ്മറി ഹൈറാർക്കി ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ ആവറേജ് മെമ്മറി ആക്സസ് ടൈം യൂസ് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഹിറ്റ് ടൈം പ്ലസ് മിസ് റേറ്റ് ഇൻറ്റു മിസ് പെനാൽറ്റി ചെയ്താൽ നമുക്ക് ആവറേജ് മെമ്മറി ആക്സസ് ടൈം കിട്ടും. പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് റെഡ്യൂസിങ് ദ ഹിറ്റ് ടൈം, ഡിക്രീസിങ് മിസ് റേറ്റ് ഇതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹിറ്റ് ടൈം റെഡ്യൂസ് ചെയ്യുക, മിസ് റേറ്റ് ഡിക്രീസ് ചെയ്യുക, ഇതിലൂടെ നമുക്കിതിൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലിസ്റ്റ് ദ 3 C's ഓഫ് ക്യാഷ് മിസ്. ക്യാഷ് മിസ്സിലെ 3 C's, അതായത് കമ്പൾസറി മിസ്സസ് ഉണ്ടാവും, കപ്പാസിറ്റി മിസ്സസ് ആൻഡ് കോൺഫ്ലിക്റ്റ് മിസ്സസ്. കമ്പൾസറി മിസ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിനെ ഫസ്റ്റ് ആക്സസ് ചെയ്യുമ്പോഴത്തേക്കിനും ഉണ്ടാവുന്നതാണ് കമ്പൾസറി മിസ്സസ്. കപ്പാസിറ്റി മിസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് എല്ലാ ബ്ലോക്കിനെയും ഹോൾഡ് ചെയ്യാനായിട്ട് ടു സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് കപ്പാസിറ്റി മിസ്സസ്. ഇനി കോൺഫ്ലിക്റ്റ് മിസ്സസ്, ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ നോൺ ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് when multiple blocks compete for the same set or line. In virtual memory and protection, what is a translation look-aside buffer? Translation look-aside buffer is a small, fast hardware cache within the memory management unit. Memory management യൂണിറ്റിലുള്ള ഒരു ഫാസ്റ്റ് ഹാർഡ്വെയർ, ഒരു സ്മോൾ ഫാസ്റ്റ് ക്യാഷ് ഹാർഡ്വെയറിനാണ് നമ്മൾ TLB എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റോർസ് റീസെൻറ്റ് എൻട്രീസ് ഫ്രം ദ പേജ് ടേബിൾ. ഒരു പേജ് ടേബിളിലുള്ള റീസെൻറ്റ് എൻട്രീസിനെല്ലാം TLBയിൽ സ്റ്റോർ ആക്കി വെക്കും. TLB തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പഠിക്കാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണിത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു സ്പീഡ് അപ്പ് അഡ്രസ് ട്രാൻസ്ലേഷൻ ബൈ അവോയ്ഡിങ് സ്ലോ ആക്സസ്. അതായത് നമുക്ക് ഫാസ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് TLB നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മെമ്മറി പോയി ഡേറ്റ ആക്സസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ TLB ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ആക്സസ് ചെയ്യുന്നത് TLBയിലായിരിക്കും. അപ്പോൾ TLBയിൽ ആ ഡേറ്റ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ മെമ്മറിയിലേക്ക് പോയാൽ മതി. അതുകൊണ്ടാണ് TLB ഒരു ഫാസ്റ്റ് ക്യാഷായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പേജിങ് ഇൻ വെർച്വൽ മെമ്മറി. പേജിംഗ് എന്ന് പറയുന്നത് ഒരു മെമ്മറി മാനേജ്മെൻറ്റ് സ്കീമാണ്.
അതായത് കണ്ടിന്യൂസ് അലോക്കേഷൻ ഓഫ് ഫിസിക്കൽ മെമ്മറിയെ അവിടെ ഒഴിവാക്കുന്നുണ്ട്. ദ വെർച്വൽ സ്പേസ് അഡ്രസ് ഈസ് ഡിവൈഡ് ഇൻ ഫിക്സഡ് സൈസ് ബ്ലോക്സ് കോൾഡ് പേജസ്. നമ്മൾ വെർച്വൽ അഡ്രസ് സ്പേസിനെ ഫിക്സ്ഡ് സൈസ്ഡ് ബ്ലോക്സ്, അതിനെയാണ് നമ്മൾ പേജസ് എന്ന് പറയുന്നത്. അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫിസിക്കൽ മെമ്മറിയെ നമ്മൾ സെയിം ബ്ലോക്ക്ഡ് സൈസായിട്ടാണ് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഫ്രെയിം എന്ന് വിളിക്കും. ദ പേജ് ടേബിൾ മെയിൻറ്റെയിൻസ് ദ മാപ്പിംഗ് ബിറ്റ്വീൻ പേജസ് ആൻഡ് ഫ്രെയിംസ്. പേജ് ടേബിളാണ് നമ്മുടെ ഈ പേജസും ഫ്രെയിംസും തമ്മിലുള്ള മാപ്പിംഗ് എല്ലാം നടത്തുന്നത്. How is memory protection implemented in virtual memory? Memory protection is achieved by adding protection bits to each page table entry. ഓരോ പേജ് ടേബിൾ എൻട്രിയിലേക്ക് നമ്മൾ ഓരോരോ പ്രൊട്ടക്ഷൻ ബിറ്റ്സിനെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മെമ്മറി പ്രൊട്ടക്ഷൻ അച്ചീവ് ചെയ്യുന്നത്. ദീസ് ബിറ്റ്സ് സ്പെസിഫൈ ദ ആക്സസ് റൈറ്റ്സ്. റീഡ് ഓർ റൈറ്റ് ഓർ എക്സിക്യൂട്ട് എൻഷുവേഴ്സ് എ പ്രോസസ് cannot modify കോഡ് ഓർ റീഡ് പ്രൈവറ്റ് ഡേറ്റ. റീഡ് ഓർ റൈറ്റ് എക്സിക്യൂട്ട് പ്രൊട്ടക്ഷൻ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റയിൽ റീഡോ റൈറ്റോ എക്സിക്യൂട്ടോ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻസും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി വാലിഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് ബിറ്റ് എന്ത് ചെയ്യും? ആ പേജ് ഇരിക്കുന്ന പ്രോസസ്സിൽ ലീഗൽ അഡ്രസ് സ്പേസിലാണോ അല്ലയോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്നതാണ് വാലിഡ് ഓർ ഇൻവാലിഡ് ബിറ്റ്. യൂസർ ഓർ കെർണൽ ബിറ്റ് റെസ്ട്രിക്ട്സ് ആക്സസ് ടു സെൻസിറ്റീവ് OS മെമ്മറി ഏരിയാസ്. നമുക്കറിയാം കെർണൽ എന്നൊക്കെ പറയുന്നത് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ യൂസർ അല്ലെങ്കിൽ കെർണൽ ബിറ്റ് അങ്ങോട്ടേക്കുള്ള അനധികൃതമായിട്ടുള്ള എൻട്രിയെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് യൂസർ ഓർ കെർണൽ ബിറ്റ്സിൻ്റെ പർപ്പസ്. അപ്പോൾ അത്രയേ ഉള്ളൂ മൊഡ്യൂൾ 3 COI ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. താങ്ക് യു.